നിങ്ങളെ കാണാൻ മണവാട്ടിയും മണവാളനും പോലെ ഉണ്ട്. ഇവരെ കാണാൻ രാമനും സീതയും പോലെ തന്നെ ഉണ്ട്. ഒരാട്ടി നീ ഇരിക്കറോ. സിഹിമോളെ, നീ മനസ്സ് വെച്ചാ സീതമോക്കും മണവാട്ടിയാകാൻ പറ്റും. അമ്മേ, സിഹി, നമ്മുടെ വീട്ടില് കേസരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് സിഹിയുടെ ഫ്രണ്ടിന് കൊടുക്ക്. ഇപ്പൊ തന്നെ കൊണ്ടുവരാം മുത്തശ്ശി. ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോന്ന് മോനൊന്ന് പറയേ. അമ്മേ, അവൻ എന്തിനാ വെറുതെ? പാവം അമ്മേ. നോക്കു സീത, സിഹിക്ക് ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങും. മോള് വലുതാകുന്നതനുസരിച്ച് അവളുടെ സർക്കിളും വലുതാവും. നാളെ മോള് കൂട്ടുകാരുടെ കൂടെ പുറത്തു പോവാനും തുടങ്ങും. അപ്പൊ മോൾ ഒറ്റയ്ക്കാവില്ലേ? നോക്ക് സീത, ഞങ്ങള് രണ്ടാളും ഒരാൾക്കൊരാളുള്ളതുകൊണ്ടാ ഈ വയസ്സാം കാലത്തും ജീവിച്ചു കൊതി തീരാത്തത്. നാളെ രണ്ടിലൊരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ? അമ്മേ, നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? വാസ്തവല്ലേ, ഈ ചെറുപ്രായത്തില് ഒറ്റയ്ക്ക് നിൽക്കുന്നത് നല്ലതെന്ന് തോന്നും. പക്ഷെ പ്രായമായി കഴിഞ്ഞ നോക്കമ്മേ, പണ്ട് കാലത്ത് ഒരു ഗ്രാമം മൊത്തം ഒരു കുടുംബത്തിലേതായിരുന്നു. അത് കഴിഞ്ഞ് ജോയിന്റ് ഫാമിലി ഉണ്ടായി. ഇപ്പൊ ജോയിന്റ് ഫാമിലി തന്നെ വളരെ അപൂർവമായിട്ട് കാണാനുള്ളൂ. അടുത്തത് എന്താകുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇങ്ങനെയുള്ളൊരു ലോകത്ത് ഒരാൾക്കൊരാൾ വേണമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും അമ്മേ? കണ്ടോറാം, അമ്മ ഒരു ചാൻസ് കിട്ടിയ ഇത് മാത്രമേ പറയുള്ളൂ. ഈ വീട്ടില് ഞാനും സിഹിയും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്കിടയില് വേറെ ആരെങ്കിലും വന്നാ ആ ഹാപ്പിനെസ് ഇല്ലാണ്ടാവില്ലേ? വാശി പിടിച്ചൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ അമ്മേ? അല്ലെങ്കിൽ വാശി കൊണ്ട് മാത്രം നമുക്ക് സ്നേഹം കിട്ടോ? നിങ്ങൾ പറ. അല്ലേ? കണ്ടോ, എന്റെ ഫ്രണ്ടും എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ടിനെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. ഫ്രണ്ട്, നീ കഴിക്ക്. താങ്ക് യു. എന്താ മോനേത്? മോനും ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് നിൽക്കാനാണോ? സീതമോള് പറഞ്ഞത് കറക്റ്റാന്നൊക്കെ പറയുന്നു. അതല്ലമ്മേ, കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാന്ന് പറഞ്ഞതാ. സീത മേഡം, അമ്മ പറഞ്ഞതിലും ശരിയുണ്ടല്ലേ? നീ ഇതെന്താ തവളെ പോലെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ചാടുന്നത്? ഫ്രണ്ട്, നീ കഴിക്ക്. എന്റെ ഫ്രണ്ട് ഇതൊന്ന് കഴിച്ചോട്ടെ. ഓ ഓക്കെ, സോറി. റാം പുറത്തു പോയിരിക്കുക. അവൻ ഇപ്പൊ എവിടെയുള്ളതെന്നുള്ളത് എനിക്കറിയണം. അതൊന്ന് അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് ലൊക്കേഷൻ അയക്കാം. നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട് സാർ. ചിലതൊന്നും നടന്നില്ല, പക്ഷെ ഞങ്ങള് ശ്രമിച്ചിട്ടുണ്ട് സാറേ. ശരി, അത് നടന്നാ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഞങ്ങളോടും കൂടെ പറയില്ലേ സാറേ? എന്ത്? രാവിലെ ഓഫീസിലേക്ക് പോകുന്നതും കോർട്ടിലേക്ക് പോകുന്നതും ഒക്കെ പറയണം? അങ്ങനെയല്ല സാറേ, അത് അവക്ക് ശരിക്കും സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ടാ. വക്കീലിന്റെ മുമ്പിൽ അയാളെക്കാൾ നന്നായി ആരും സംസാരിക്കാറില്ല. അതല്ല സാർ, നിങ്ങൾ അങ്ങോട്ട് ഇടയ്ക്ക് പോയി വരാറുണ്ടെന്നൊക്കെ മനസ്സിലായി. നിങ്ങൾ ബുദ്ധിമുട്ടുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താ
ഞാനിവിടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലേ? അയ്യോ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അത് സാറെന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഞങ്ങളുണ്ടല്ലോ. ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി നോക്കിക്കോളാം. ആ ഏരിയയില് ഒരുപാട് ലിറ്റിഗേഷനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. സാറിന് പകരം ഞാൻ പോയി അവിടെ ഉള്ളവരെയൊക്കെ പേടിപ്പിച്ചോളാം. അത് നിങ്ങളും അതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഓ അതെ, ഞാൻ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നതല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്. നീയൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഒരു വകയ്ക്ക് കൊള്ളില്ല. അതാ നിന്റെ അവസ്ഥ. ഞാൻ നിങ്ങളെ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറ. ലോയർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം. അത് പിന്നെ നിങ്ങൾ സീതയെ എക്സാക്ട്ലി സീതയായിട്ട് എന്റെ കല്യാണം നടത്തി തരാമെന്ന് നിങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നോ? അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കണോ? വേണ്ട സർ, എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴും അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നേ. സാറേ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. സീതയ്ക്ക് കുട്ടിയെന്ന് വെച്ച ജീവനാ. കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലേ ചത്തു കളയുമെന്ന് പറയുന്ന അത്ര സ്നേഹമുള്ളവളാ. നിങ്ങളെ സിഹിക്കെങ്ങാണോ ഇഷ്ടമായ സീതയ്ക്ക് നിങ്ങളെ ഇഷ്ടമാവെന്നുള്ള കാര്യം ഉറപ്പാ. തൽക്കാലം സീതയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. എന്നിട്ട് മകളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേ. അപ്പൊ പിന്നെ സീത നിങ്ങളുടെ മാത്രമാവും. അങ്ങനെ ആദ്യമായിട്ട് നിന്റെ വായിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം വന്നു. ഗുഡ്. അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. ശരി അമ്മേ. ശരി മോനെ. ബൈ ബൈ ഫ്രണ്ട്. എന്താ? ഇന്ന് ഒരു ദിവസം നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നോടെ? നീ ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ടില്ലല്ലോ. പ്ലീസ് ഫ്രണ്ട്. സിഹി, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പോവാൻ ഇറങ്ങും ഇങ്ങനെ വാശി പിടിക്കരുതെന്ന്. മോളെ, ഫ്രണ്ട് അങ്ങനെയൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അന്ന് എന്റെ ഫ്രണ്ട് ജേഷ്ണവി ഇവിടെ വന്ന് നിന്നല്ലേ? ഇവനും എന്റെ ഫ്രണ്ടാ. അയ്യോ, ഇവര് വലിയ കുട്ടിയല്ലേ? ഞങ്ങളുടെ വീട്ടില് വലിയ ബെഡും ഉണ്ട് അല്ലേ സീതമ്മ? സിഹി മിണ്ട. വെയിറ്റ്. സിഹി മോളെ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെ. അടുത്തുള്ളവര് മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. അവരെത്ര ദൂരത്താണെങ്കിലും അവരുടെ ബോണ്ടിങ് അത്ര സ്ട്രോങ് ആയിരിക്കും. പക്ഷെ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നീ എനിക്ക് കഥയൊക്കെ പറഞ്ഞു തരും. പറയാലോ. നമുക്ക് ഈ ഒരു ദിവസം മാത്രമല്ലല്ലോ, നമുക്കിനി എന്തുമാത്രം ദിവസങ്ങളുണ്ട്, പറയാൻ എന്തുമാത്രം കഥകളുണ്ട്. യു നോ സംതിങ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എവിടെയുണ്ടെങ്കിലും ഓക്കെ ആവും. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഞാനിപ്പോ ഇവിടുന്ന് പോവും. ഞാൻ പോയി കഴിഞ്ഞു ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നൊരു ഫീലിംഗ് നിനക്കുണ്ടാവും. നിനക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണെന്ന് അർത്ഥം. ഇല്ലെങ്കിൽ ഫേക്ക് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കേ ഫ്രണ്ട്. ശരി എന്നാ, see you later. പോവാട്ടോ. ബൈ ഫ്രണ്ട്, പോയി വരാമെന്നാ പറയണ്ടേ. ഇല്ലെങ്കിൽ സീതമ്മയുടെ അടുത്തുനിന്ന് വഴക്ക് കേൾക്കേണ്ടി വരും. ശരി, പോയി വരാട്ടോ. ബൈ. വരാമേ, വരാച്ചാ. ബൈ. അപ്പൊ നിന്റെ ഫ്രണ്ട് പറഞ്ഞ നീ കേക്കുവല്ലേ? അല്ല, ആ പയ്യനത് പറഞ്ഞപ്പോഴേക്കും അവളത് സമ്മതിച്ചു കണ്ടുവോ? റാം അങ്ങനെയാ, അവൻ ആരെ വേണമെങ്കിലും കൺവിൻസ് ചെയ്യും. അതുകൊണ്ട് അവൻ എന്റെ ഫ്രണ്ടായേ. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? എടാ, ഞാനൊരു കാര്യം പറയാം. എന്നെ ഇനി വണ്ടി ഇരുന്ന് കളിയാക്കാനാണെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ഇറക്കി നിർത്തി വണ്ടി എടുത്ത് പോകും. ഞാൻ എന്തിനാ നിന്നെ കളിയാക്കുന്നേ? ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. നീ സത്യം മാത്രമേ പറയുമെന്ന് എനിക്കറിയാടാ. പക്ഷേ എനിക്ക് എത്ര സന്തോഷമുണ്ട്, ഇപ്പൊ എത്ര സമാധാനം ഉണ്ടെന്നൊന്നും നിനക്കറിയില്ല. എടാ, ദിസ് റിലേഷൻഷിപ്പ് ഈസ് സംതിങ് എൽസ് ബ്രോ.
ആ കുഞ്ഞു കുട്ടിയെ അവളുടെ ബേസ്റ്റ് ഫ്രണ്ടായിട്ടാ കാണുന്നത്. സീതയാണെങ്കിൽ അവളുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ടാ എന്നെ കാണുന്നത്. എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫ്രണ്ടിനെ പോലെ അവളിപ്പോ. അതിനില്ലാത്ത അർത്ഥം കണ്ട് ഇല്ലാത്ത കഥകൾ നീ ഉണ്ടാക്കി വെറുതെ നശിപ്പിക്കാൻ നോക്കരുത്. ഞാൻ അപേക്ഷിക്കുക. ഞാനൊന്നും പറഞ്ഞില്ല. താങ്ക്സ്. എന്നാലും നീ പറയുന്ന കാര്യങ്ങൾക്കും നിന്റെ കണ്ണീന്നറിയുന്ന കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ടടാ. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റിയില്ലെങ്കിൽ നിനക്ക് സന്തോഷം, സമാധാനം, തൃപ്തി ഇതൊന്നും കിട്ടില്ല. നിനക്ക് സീതയെ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതങ്ങ് സമ്മതിക്കേ. ഐ ലവ് യു സീത എന്ന് പറയടാ. ഒന്ന് മാറിയുന്നേ. ഹലോ, ഇപ്പോ സാരിയില് കാണാൻ വളരെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതും അതുപോലെ തന്നെയാ. എടാ, ഫീലിംഗ് സെയിമാ, മാറ്റർ മാത്രമേ മാറുന്നുള്ളൂ. നീ സാരിയിൽ സുന്ദരിയായിട്ടുണ്ട്. ഐ ലവ് യു സീത. കണ്ടോ, സെയിം ടു സെയിം. ഓ, പറയുന്നത് കേക്കടാ. അന്ന് കൈകേയി ദശരഥനോട് വരം ചോദിച്ചിരുന്നില്ലേ? അയ്യോ, എന്തു പറ്റി? സോറി മോളെ, ഞാൻ തന്നെ നോക്കി തരേണ്ടതായിരുന്നു. ഒരിത്തിരി കഴിക്ക, അപ്പൊ ശരിയായിക്കോളൂ. വേണ്ട മുത്തശ്ശി, മതി. അമ്മേ, നിങ്ങൾ കൊഞ്ചിച്ചിട്ട് അവളിങ്ങനെ ആയത്. മുത്തശ്ശിയോട് വാഴി തരാൻ പറ സീതമ്മ. എന്നാ പിന്നെ നിനക്ക് അത് പറഞ്ഞാ പോരെ? കുട്ടിയായിരിക്കുമ്പോ നീ എല്ലാം ഒറ്റയ്ക്ക് കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് ആൾക്കാർ വാരി തരണോ? ആരെങ്കിലും വാരി തന്നാ ഓർത്തോണ്ടിരിക്കാൻ അതെനിക്ക് വലിയ ഹെൽപ്പായിരിക്കും. ഓർത്തോണ്ടിരിക്കണോ? ശാബാഷ് ചക്കരെ, നീയോ എന്നെ പോലെ വലിയൊരു സയന്റിസ്റ്റ് ആകും കേട്ടോ. എന്താന്ന് വെച്ചാലേ, എനിക്ക് ഈ ഇടയ്ക്ക് തോന്നാറുണ്ട്, ഈ കഴിക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം വേറൊരാള് ചെയ്തു തന്നിരുന്നെങ്കിലുണ്ടല്ലോ, നമുക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടുമെന്ന്. എന്റെ കുഞ്ഞിപ്പാറോ അത് തന്നെ ആലോചിക്കുന്നേ. മോള് മോക്കടെ മുത്തശ്ശനെ പോലെ ആവരുത് കേട്ടോ. മുത്തശ്ശി, പാതി വഴിക്ക് സ്റ്റോറി നിർത്തിയല്ലോ. ആ, ഈ മുളക് കാരണം ആ കഥ പകുതി അങ്ങ് നിന്നുപോയി. ആ, എവിടെയാ പറഞ്ഞു നിർത്തിയേ? അതോ, രാമന് അവരുടെ ഡാഡി സിംഹാസനം കൊടുക്കാൻ റെഡിയായി. പക്ഷേ രാമൻ രാജാവാകുന്നത് കൈകേയിക്ക് ഇഷ്ടമായിരുന്നില്ല. പിങ്കി ഫിംഗർ ലേഡിയല്ലേ? അവളുടെ ഫ്രണ്ട് മന്ദര എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്. അവള് പറഞ്ഞു രാമന്റെ സ്ഥാനം ഭരതനാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ കൈകേയി ഒരു പ്ലാൻ അങ്ങ് ഉണ്ടാക്കി. അവള് പിങ്കി പ്രോമിസ് വാങ്ങിയിരുന്നില്ലേ, അതിപ്പ അങ്ങ് ചോദിച്ചു. എന്താ ചോദിച്ചേ? രാമൻ കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് പോണെന്ന്. രാമൻ കാട്ടിലേക്ക് പോണോ? പാവം, രാമൻ നല്ല ദൈവമാ. അവൻ കാട്ടിലേക്ക് പോവണ്ട. അവര് കൊട്ടാരത്തിൽ തന്നെ നിന്നോട്ടെ, പ്ലീസ് മുത്തശ്ശി. ഞാൻ എന്ത് ചെയ്യാനാ ശ്രീമോളെ? രാമൻ അച്ഛനെതിര് നിൽക്കില്ല. കാട്ടിലേക്ക് പോയി. അവന്റെ കൂടെ അവന്റെ ഭാര്യ സീതയും ലക്ഷ്മണനും പോയി. പാവം, രാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊന്നും പണിഷ്മെന്റ് കൊടുക്കണ്ടായിരുന്നു. രാമൻ ദൈവ മോളെ. കാട്ടിപ്പോയാലും അവര് ഹാപ്പി ആയിട്ടിരിക്കും. രാമന്റെ കൂടെ സീതയും കൂട്ടിനുണ്ടല്ലോ. രാമനേക്കാൾ സീതയാണോ പവർഫുൾ മുത്തശ്ശി? രാമന്റെ ശക്തി പുറത്തു വന്നത് തന്നെ സീതയ്ക്ക് വേണ്ടിയാ. അങ്ങനെ നോക്കുമ്പോ സീതയല്ലേ പവർഫുള്ള്. അത് കഴിഞ്ഞ് എന്തായ മുത്തശ്ശി? ലേറ്റായി, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാട്ടിലേക്ക് പോയിട്ട് പിന്നെ എന്തായി മുത്തശ്ശി? അത് മുത്തശ്ശി പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ പോയി കിടക്ക്. ഞാനായിരുന്നെങ്കിൽ രാമനെ സീതയെ കാട്ടിലേക്ക് വിടില്ലായിരുന്നു. അവർ രണ്ടുപേരും കൊട്ടാരത്തിലുണ്ടാവും.
ചെയ്യുന്നേ? ഓ, റാമിനെ കാണാൻ വന്നതാണോ? എന്തൊരു അഹങ്കാര സാർ അവന്. ബോസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നോ? അവനൊരു സർട്ടിഫൈഡ് മടിയനാ സാർ. അല്ല, നിങ്ങൾക്കെങ്കിലും വാതിൽ തുറന്നു തന്നോ അതോ നിങ്ങളും തുറക്കുവാതിലടാ രാമ എന്ന് പാടുകയായിരുന്നോ? ഓഫീസിലേക്ക് ഇറങ്ങിയതാണോ സാർ? അല്ല, എവിടെ നിങ്ങളുടെ കാറ്? എന്റെ കാറിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. വിളിച്ചിട്ടുണ്ട്. ഓ മൈ, ദേശായി ഗ്രൂപ്പിന്റെ ബോസ് കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നോ? നോ നോ, വരൂ സർ. വരൂ സർ. എങ്ങോട്ട്? ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ. എന്താ സർ, പാവം എന്റെ സ്വീറ്റിക്കെങ്കിലും അതിനൊരു ഭാഗ്യം കൊടുത്തൂടെ? എപ്പോ നോക്കിയാലും കാറിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബാംഗ്ലൂരിലെ ട്രാഫിക് വെറും കാറിലിരുന്ന് നോക്കി ഒന്നും മനസ്സിലാവില്ല സർ. അത് 2 വീലറിലെ പി 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 എന്ന് ബൈക്ക് ഓടിച്ച് മനസ്സിലാക്കണം സർ. അടിപൊളിയാ. എന്റെ വണ്ടി റാമ റെഡിയാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ എന്റെ വഴിക്ക് അങ്ങ് പൊക്കോളാം, നീ നിന്റെ വഴിക്ക് പൊക്കോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് സർ, ആ റാമിന്റെ പൊസിഷനിൽ ഞാൻ തന്നെ വേണമായിരുന്നു. നിങ്ങൾ പറയുന്നതിന് മുമ്പേ എല്ലാ ജോലിയും ഞാൻ തീർത്തു വെച്ചേനെ. പാവം സർ, എന്റെ സ്വീറ്റിക്ക് ഇന്ന് അതിനുള്ള ലക്കില്ലാന്ന് തോന്നുന്നു. നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും നിങ്ങൾ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വിളിക്കും. അന്ന് എന്റെ കൂടെ വരണേ. ഓക്കെ. See you at office. ഓക്കെ. Bye sir. ബൈ ബൈ ബൈ. See you. ശരി ശരി. Take care. ബൈ. Bye. ഓക്കെ. പ്രിയ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഏയ് അല്ലടാ, അവളുടെ കണ്ണി പെടാതിരിക്കാൻ വേണ്ടി അവള് പോകുന്നവരെ വെയിറ്റ് ചെയ്യുന്നതല്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഡുവിലോ പ്രിയ? എടാ, വണ്ടിയിൽ ഓഫീസിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നടാ. പോയിക്കൂടായിരുന്നോ? ഡുവിലോ പ്രിയ? നിർത്തുന്നുണ്ടോ അത്? ഞാനത് എങ്ങനെയാണ് നിർത്തുക? ചേച്ചി അങ്ങ് പോകുമ്പോ ചേട്ടൻ ഇവിടെ നിന്ന് നോക്കിക്കോണ്ട് ചിരിക്കുന്ന ഞാൻ കണ്ടു. ഈ ഉണ്ടക്കണ്ണു വെച്ച് എന്നെ പേടിപ്പിക്കണ്ട. ഡുവിലോ പ്രിയ? കള്ളൻ. എനിക്കൊന്നുമില്ല. എന്നെ ദയവ് ചെയ്ത് ഇന്ന് കുറച്ച് ഫ്രീ ആക്ക്. ഈ ബോസിന്റെ സ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ടോ നീ എന്നെ? ബിസിനസ്സിൽ നമ്മളോട് വഞ്ചന കാണിക്കുന്നവർക്ക് നമ്മൾ കെയർഫുൾ ആണെന്ന് ഓൾറെഡി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ബോസ് ആയാലെന്താ, നീ ബോസ് ആയാലെന്താ? ഓഹോ, 4 പേജ് ഡയലോഗ് പറഞ്ഞാൽ വിടുമെന്ന് കരുതിയോടാ? നടക്കാൻ പോകുന്നില്ല. ഞാൻ നിന്നെ കള്ളാന്ന് വിളിച്ചില്ലേ? കറക്റ്റാ ഞാൻ വിളിച്ചത്. സംസാരിച്ച് പറ്റിക്കാന്ന് കരുതിയോടാ? എടാ, നമ്മളിപ്പോ ചെയ്യാന്ന് വിചാരിച്ച കാര്യത്തിൽ 50% കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അറ്റ് എനി കോസ്റ്റ് വി ഹാവ് ടു ഫിനിഷ് അവർ ഗോൾ. എന്നാലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഡുവിലോ പ്രിയ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ലവിനെ കുറിച്ച് ഒരു എക്സ്ട്രീം ലെക്ചർ ഒക്കെ തരാറില്ലേ? ഇതൊക്കെ എന്തോ നിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എടാ, പോവാൻ നോക്കാം. ഒരു മിനിറ്റ് ബോസ്, കഴിഞ്ഞു. എനിക്കറിയാം നിനക്ക് ഈ നാടകം ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ പ്രിയയുടെ മുന്നിൽ നിനക്ക് അഭിനയിക്കാൻ കഴിയില്ല. ബിക്കോസ് യു ലവ് ഹർ. സമ്മതിച്ചോ? ഞാൻ ചോദിക്കുന്നതിന് മുന്നേ നീ സമ്മതിക്ക്. നിനക്ക് പ്രിയനെ ഇഷ്ടമാണ്. ഐ നോ യു ലവ് ഹർ. എടാ, സമ്മതിക്ക്. യു ലവ് പ്രിയ.